15K സബ്സ്ക്രൈബേഴ്സായി കൂട്ടുകാരെ. ഹേ ഗായ്സ്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ ഫാമിലി അപ്പോൾ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇന്ന് രാവിലെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ 15,003 പേര് സബ്സ്ക്രൈബേഴ്സായിട്ട് കിടക്കുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നവരുന്നെങ്കിൽ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ നാക്കുളുകുന്നു സന്തോഷം കണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസിന് എനിക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷൻ പോവും, വ്യൂസ് കൂടും, ഹാപ്പിയാവും ഞാൻ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ ഒരുപാട് പറഞ്ഞങ്ങ് ബോറാക്കുന്നില്ല കേട്ടോ, ചളമാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദോശമാവ് പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു. ഇഡലി എടുക്കാൻ വേണമെങ്കിൽ ദോശ എടുക്കാം, പക്ഷേ ഇന്ന് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ കുറേ നാളുകൊണ്ട് നമ്മൾ ദോശ എടുക്കുന്നേ ഇല്ലായിരുന്നു. ദോശ ഈ വീട്ടിൽ ചുട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ എൻ്റെ ദോശക്കല്ലിൽ ദോശ ഇളകുമോ എന്നൊക്കെ സംശയിച്ചൊക്കെയാണ് ദോശ ചുടാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മാവ് പൊങ്ങി വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ പാത്രത്തിൻ്റെ പകുതിയാണ് ഇന്നലെ മാവ് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അത് പുളിച്ച് പൊങ്ങി വന്നിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തത് കുളമാവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇരട്ടി മധുരം എന്ന് പറയും പോലെ 15,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേനും എന്തോ ചെയ്യണം, എന്തോ പറയണം എന്നൊന്നും അറിയത്തില്ലായിരുന്നേ. ഞാൻ നേരെ രാവിലെ പോയി കുളിച്ചു. 15,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കുളിച്ച് തന്നല്ലോ കേട്ടോ. സാധാരണ കുളിക്കും പോലെ കുളിച്ചു. കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും നല്ല ഫ്രഷായി. ഇനി നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കാര്യങ്ങളൊന്നും ആയിട്ട് ഉള്ള വീഡിയോ അല്ല. പിന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ 15K സബ്സ്ക്രൈബേഴ്സ്. ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഉണ്ട്. പക്ഷേ അതിപ്പോൾ നടക്കത്തില്ല കേട്ടോ. 20K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ, അപ്പോൾ നമുക്കൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ദോശ ചുടാനും ചായ ഇടാനും ഒക്കെ ആയിട്ട് പോവാട്ടോ. ഇന്ന് വലിയ പണിയില്ലാത്ത ദിവസമാണ്. പിന്നെ കുറച്ച് തുണിയുള്ളത് കഴുകണം, അതേ ഉള്ളൂ ഇന്ന് വലിയ പണി. ഉച്ചക്കലത്തേന് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ ചോറും കൂടി വെച്ചാൽ മതി. ദോശയും ചമ്മന്തിയാണ് ഇന്ന് രാവിലെ. നീലൂട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. നീലൂട്ടന് രാവിലെ ദോശയും ഒരു മുട്ടയും കൊടുത്തിട്ട് അവനെ അംഗൻവാടിയിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. ഇന്നലെ അംഗൻവാടി പോയില്ലായിരുന്നു. ഇന്നലെ സ്കൂളിൽ പോകണമായിരുന്നു, ടെക്സ്റ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ടും ഒക്കെ. അന്നേരം അവനെയും കൂടെ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ അംഗൻവാടി വിട്ടില്ല. അപ്പോൾ ഇന്ന് അംഗൻവാടി പോട്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നാളെ മറ്റന്നാളും അവധിയാണല്ലോ. അപ്പോൾ പിന്നെ രാവിലെ നീലൂട്ടനുള്ള ദോശ റെഡിയാക്കുവാണേ. നെയ്യ് ഒഴിച്ചൊരു ദോശ എടുത്ത് ഒരു മുട്ടയും കൂടെ പുഴുങ്ങി അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിയൊക്കെ എടുത്താലും അവൻ കഴിക്കത്തില്ല. തന്നെയല്ല, ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേനും ഇത് കഴിക്കാനായിട്ട് മടിയാവും. അപ്പോൾ നെയ്യൊക്കെ ഒഴിക്കുമ്പം ഒരു രുചിയിൽ, നെയ്യുടെ രുചിയിൽ അങ്ങ് കഴിച്ചോളും അവൻ. അങ്ങനെ നീലൂട്ടനുള്ള ദോശ എടുക്കുക കേട്ടോ. ചേട്ടായും എഴുന്നേറ്റിട്ടില്ല. ഞാൻ എപ്പോഴത്തേനും ദോശ ചുട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പിന്നെ നീലൂട്ടൻ്റെ അംഗൻവാടിയിൽ 2 മണിയാകുമ്പോൾ പോകണം കേട്ടോ. അപ്പം അതിന് ചേട്ടായി നേരത്തെ വരുവാണെങ്കിൽ ഒരുമിച്ച് പോവാം, അല്ലെങ്കിൽ ഞാൻ പോവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് പണിയൊക്കെ ഒതുക്കി ജോലികളൊക്കെ തീർത്തിരുന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോവാമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മടി പിടിച്ചാൽ പിന്നെ പാടാട്ടോ. എനിക്ക് പ്രത്യേകിച്ച് 2-3 ദിവസമായിട്ട് വയ്യാഴികയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊന്നും ചെയ്യാനൊന്നും നിന്നില്ലല്ലോ. അപ്പോഴത്തേനും പിന്നെ വയ്യാഴികയും കാര്യങ്ങളൊക്കെ മാറിയപ്പോഴത്തേനും മടിയായി കേട്ടോ.
ഭയങ്കര മടിയായി ചെയ്യാനൊക്കെ. പക്ഷേ മടിയൊന്നും ഇല്ല, നല്ല ഉഷാറായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു വീട്ടിലെ A to Z കാര്യങ്ങൾ ഫുൾ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്തൊക്കെ വീട്ടിൽ ചെയ്യാനുണ്ടോ, അതായത് അടിച്ചു വാരി തൂത്ത് തുടയ്ക്കാനായാലും തുണി നനയ്ക്കാനായാലും എന്താ പറയുക, കഴുകാനുള്ള തുണികൾ അല്ലെങ്കിൽ മുഷിഞ്ഞ തുണികളൊന്നും കിടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അടുക്കള നല്ല ക്ലീൻ ആക്കിയിടും, ബാത്റൂം ക്ലീൻ ആക്കിയിടും, ഫുള്ള് സെറ്റാക്കിയിടും കേട്ടോ. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞാൻ ഒരു ചെയ്ത്തങ്ങ് ചെയ്യും. പക്ഷേ ചെയ്തില്ലെങ്കിലോ ഒന്നും ചെയ്യത്തുമില്ല. മടി പിടിച്ചങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പോയി കിടക്കും, ഫോണിൽ തോണ്ടിയിരിക്കും, അങ്ങനെയൊക്കെ. ഇപ്പം തന്നെ കുറേ ദിവസമായിട്ട് എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റേതായിട്ടുള്ളത് ബോഡിയിൽ അറിയാനും ഉണ്ട്. അതിൻ്റെ എന്താ പറയുക, എക്സസൈസ് ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേഞ്ചസ് അറിയാനും ഉണ്ട്. അപ്പോൾ രാവിലെ ചേട്ടായിക്ക് ജോലിക്ക് പോകാനായിട്ട് ഷർട്ട് തേച്ച് തരാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് എഴുന്നേറ്റപ്പോൾ താമസിച്ച് പോയി. അപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കയ്യിലോട്ട് ഇനി ഷർട്ട് തന്നേ. സാധാരണ ചേട്ടായി തന്നെ അങ്ങ് തേക്കാറാണ് പതിവ്, ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ തന്നു ഷർട്ട്. അങ്ങനെ ഷർട്ട് തേച്ച് കൊടുത്തിട്ട് എന്താണ് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. നീലുട്ടനെ കൊണ്ട് വിട്ടു കേട്ടോ ഓൾറെഡി. അതിൻ്റെ വ്ളോഗൊന്നും ഞാൻ എടുത്തില്ല. ഞാനിപ്പം ആവശ്യമില്ലാതെ നീലുട്ടനെ വ്ളോഗിലോട്ട് വലിച്ചിഴയ്ക്കാറില്ല കേട്ടോ. അവനും വേണ്ടേ പ്രൈവസിയും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം അവനെ ഉൾപ്പെടുത്തും. ഇല്ലെങ്കിൽ കൂടുതലും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ചേട്ടായി പോലും ചില വീഡിയോസിൽ, എൻ്റെ വീഡിയോസിൽ വരാറില്ലെന്നല്ല, എന്താ പറയുക, ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല. ഞാൻ കിച്ചണിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പം പിന്നെ അല്ലെങ്കിൽ ചേട്ടായിയുടേതായിട്ടുള്ള ചാനലുണ്ട്, അതിൽ ചേട്ടായിക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നീലൂട്ടനെയും എപ്പോഴും ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇപ്പം ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമല്ലേ, അപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു. ഇടയ്ക്കെങ്ങാണം ഒരു വ്ളോഗിലെങ്ങാണം വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ മാത്രമാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് തുണി കഴുകാനുണ്ടെന്ന്. ഇന്നലെ തുണി കഴുകിയില്ല, മെനിഞ്ഞാന്ന് കഴുകിയായിരുന്നു, ഇന്നലെ കഴുകിയില്ല. അതുകൊണ്ട് ഇന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ തുണി കഴുകാനായിട്ട്, ബെഡ്ഷീറ്റുകളെല്ലാം നനയ്ക്കണം. എല്ലാം നനച്ച് തലയണ കവറും എല്ലാം എടുത്ത് നനച്ച് ഇടണമെന്നുണ്ട്. അതിപ്പോൾ ഇനി നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഇത്രയും തുണികളിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ നനച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് എൻ്റെ പോക്കും ഒന്നും നടക്കത്തില്ല. ചേട്ടായി വന്നില്ലെങ്കിൽ എനിക്ക് ബസ്സിനാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ തുണിയും കഴുകിയിട്ടിട്ട് ബാക്കി ബെഡ്ഷീറ്റൊക്കെ നാളെ സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ ആകുമ്പം നീലൂട്ടനും ചേട്ടായിയും രണ്ടുപേരും വീട്ടിലുണ്ട്. നാളെ അവധിയല്ലേ, അവർക്കും എല്ലാവർക്കും ലീവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വീടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. എത്ര ദിവസമായെന്നറിയാമോ വീട് ക്ലീൻ ചെയ്തിട്ട്? നിങ്ങൾ എൻ്റെ ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് എത്ര ദിവസമായി? ഈ പറഞ്ഞ പോലെ മടിയാണ് ഗൈസേ, മടിയാണ്. ഭയങ്കര മടിച്ച് ഇങ്ങനെ ഇരിക്കുവോ ചെയ്യാനായിട്ട്. പക്ഷേ ചെയ്യാനായിട്ട് ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് കയറിപ്പോവും കേട്ടോ. ചെയ്തങ്ങ് എല്ലാം സെറ്റാക്കും. പക്ഷേ ആ ഒരു തുടക്കം, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്റ്റാർട്ടിങ് ആണ് പ്രശ്നം. അപ്പോൾ അത് നാളെ എൻ്റെ പ്ലാനിങ് ഇങ്ങനെയാണ്. നാളെ ബെഡ്ഷീറ്റ് തുണികളെല്ലാം സെറ്റാക്കാം, ബെഡെല്ലാം സെറ്റാക്കാം. പിന്നെ അത് കഴിഞ്ഞ് മറ്റന്നാൾ വീട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിലപ്പം എൻ്റെ പ്ലാനിങ് മാറും, എനിക്ക് തോന്നുന്ന പോലെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസം അങ്ങ് ചെയ്യും, മറ്റന്നാൾ വെറുതെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ നാളെ ക്ലീനിങ് ആയിരിക്കും, ബെഡ്ഷീറ്റൊക്കെ മറ്റന്നാളായിരിക്കും ചെയ്യുന്നത്. എന്തോ ആണെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു പോകും. ഞാൻ ചില സമയം വിചാരിക്കും എനിക്ക് ഭ്രാന്താണോ എന്ന്. ഞാനൊരു മാനസിക രോഗിയാണോ എന്നൊരു സംശയം എന്ന് വരെ എനിക്ക് തോന്നിപ്പോകും കേട്ടോ. ഓരോ സമയം ഓരോ തോന്നലാട്ടോ. ഇപ്പം ചെയ്യാൻ തോന്നുന്നതായിരിക്കത്തില്ല പിന്നെ ചെയ്യാൻ തോന്നുന്നത്. ഒരു കാര്യം പ്ലാൻ ചെയ്യും, ഇപ്പം ഇന്ന് ഇത് ചെയ്യാം, പിന്നെ കുറേ കഴിയുമ്പം അത് മാറ്റും, പിന്നെ കുറേ കഴിയുമ്പം അതും മാറ്റും. അങ്ങനെ മാറ്റി ഒരു മാറ്റത്തിൻ്റെ കൂമ്പാരമായിപ്പോയി ഞാൻ. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഈ മടി കാരണം ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചു പോയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഞാൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മടിയാണ് കേട്ടോ. ഒന്നും ചെയ്യാനായിട്ടൊന്നും
തോന്നുന്നില്ല. എവിടെയെങ്കിലും ചടഞ്ഞു കൂടി അങ്ങ് ഇരിക്കുക. എനിക്ക് അല്ലെങ്കിലും പണ്ടേ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞു കൂടിയിരുന്ന് ആരോടും സംസാരിക്കാതെ എടുക്കാതെയൊക്കെ ഇരുന്ന് ശീലമായി പോയെന്ന് തോന്നുന്നേ. എനിക്ക് ആരോടും സംസാരിക്കണമെന്നില്ല. എത്ര സമയം വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്കിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമെന്നല്ല, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എത്ര സമയം വേണമെങ്കിലും ഒറ്റയ്ക്കിരിക്കും കേട്ടോ, മിണ്ടാതെ. ഈ നീലൂസ് എന്നോട് പല പ്രാവശ്യവും അങ്ങനെയല്ല, ഓരോന്ന് ഡൗട്ട്, അവൻ്റെ പ്രായം അതാണല്ലോ. അവനിപ്പം ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവൻ അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പ്രായമാണ്. അവൻ ചോദിക്കുന്നതെല്ലാം പലതും അവൻ ചോദിക്കും. അതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ. ചിലപ്പം നമുക്കതൊരു സില്ലി കാര്യമായിരിക്കും, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷെ അവനത് വലിയ കാര്യമായിരിക്കും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്ന മടിയൊന്നുമില്ല കേട്ടോ, പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട് ഞാൻ. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കാറില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു. അതൊക്കെ ചെറിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മാനസിക രോഗത്തിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ അവന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ ചിന്തിക്കും, ഞാനിങ്ങനെ സംസാരിക്കാനായിട്ട് മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അതിങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കും അല്ലേ, ആരോടും സംസാരിക്കാതെ ഓപ്പണായിട്ട്. ചിലപ്പം ഓരോരോ എന്താ പറയുക, അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. ഓവറായിട്ട് സംസാരിച്ച് പണി കിട്ടിയ ആളായതുകൊണ്ടായിരിക്കാം. നമ്മൾ സംസാരിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കണം എന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ചേട്ടായിയോടും നീലൂസിനോടും ഒക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും സംസാരിക്കുക കേട്ടോ. ചില സമയത്ത് ഞാൻ വാതോരാതെ സംസാരിക്കും. അത് ചിലപ്പോൾ ചേട്ടായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അപ്പോഴും ചേട്ടായിക്ക് ദേഷ്യം വരും, ഇന്ന് മിണ്ടാതിരിക്കാവോ എന്നൊക്കെ പറയും. പിന്നെ ഞാൻ എൻ്റെ പഴയ സ്വഭാവം ഞാൻ വീണ്ടും വീണ്ടെടുക്കും. എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് തന്നെത്താനെ വീഡിയോസൊക്കെ കണ്ട്, അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത്, അല്ലെങ്കിൽ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യമായി വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ തന്നെ എടുത്ത് വെച്ച് കാണുക, അതൊക്കെയാണ് എൻ്റെ ഭ്രാന്തെന്ന് പറയുന്നത്. ചിലപ്പം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ ഭ്രാന്തുകൾ കാണുമായിരിക്കും അല്ലേ. ഞാനിങ്ങനെ ഒരാളായിപ്പോയി, അതിപ്പോൾ എൻ്റെ തെറ്റാണോ? പക്ഷേ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാലോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ മുഖം കറുപ്പിച്ച് നിൽക്കുമോ, അങ്ങനൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ചടപടയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ. എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ശടപടേ പേഴ്സണാണ് ഞാൻ. ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യും, ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അങ്ങനൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തൊക്കെ വലിയ വാക്കുകളൊക്കെ പറയുന്നത്, എന്തോ. അപ്പോൾ പറഞ്ഞ് നമ്മുടെ തുണിയെല്ലാം കഴുകിയിട്ടുണ്ട്. നീലൂട്ടൻ്റെ കുഞ്ഞു തുണികൾ, ഞങ്ങളുടെ തുണികൾ ഒക്കെ കഴുകിയിട്ടിട്ടുണ്ട്. എൻ്റെ നീലൂസിൻ്റെ ഏറ്റവും കൂടുതൽ. ചേട്ടായിക്ക് ജോലിക്ക് ഇട്ടുകൊണ്ട് പോകുന്ന തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പാൻറ്റും ഒരു ഷർട്ടും കാണും. ചിലപ്പോൾ ആ പാൻറ്റും കാണത്തില്ല, ഷർട്ട് മാത്രമേ കഴുകാനായിട്ട് കാണും. എനിക്ക് നീലൂസിനുമായിരിക്കും ഏറ്റവും കൂടുതൽ തുണികളുള്ളത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക, സന്തോഷം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, 15K സബ്സ്ക്രൈബേഴ്സാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.